വന്നോ? ഹലോ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാണുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ.
ഹലോ ഹലോ ഇൻപുട്ട് ബ്ലൂടൂത്ത് എടുത്ത് ഇതവിടെ ബ്ലൂടൂത്ത് ഹലോ ശരിയാണ്. കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ്. നമുക്കിവിടെ മൈക്കിന് ചെറിയ തകരാറ് വന്നത് കൊണ്ടാണ് ചെറിയൊരു ലാഗ് വന്നത്. വാതിലൊന്ന് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പുതുതായി ജോയിൻ ചെയ്തവരാകണം കൂടുതൽ പേരും. മുന്നേ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ആയിട്ടുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന വാമപ്പുകളും അതുപോലെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നവരായിരിക്കണം കൂടുതൽ ആളുകളും. അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം പുതുതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു വർക്കൗട്ടിന്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടാവും നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സ്. അപ്പം അതില് അപ്പൊ നമ്മൾ അതില് ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹെഡ് റൊട്ടേഷൻ ചെയ്യുന്ന ഒരു വർക്കൗട്ട് ആയിരിക്കും അതിൽ ആദ്യമായിട്ട് ഉണ്ടാകുക. അപ്പൊ ആ ഒരു വർക്കൗട്ട് നമ്മുടെ നെക്കിന്, അതായത് കഴുത്തിന് വേദനയുള്ള ആളുകൾ, കടച്ചിലുള്ള ആളുകൾ, അതുപോലെ ബാലൻസിന്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്തവർ ആ ഒരു വർക്കൗട്ട് ചെയ്ത് തന്നെയാണ് തുടങ്ങേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മുടെ ബാലൻസ് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മളെ ഹെഡ് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ബാലൻസിന് ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും ബാലൻസ് പരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്കൗട്ട് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വാമപ്പുകൾ കാര്യങ്ങൾ തുടങ്ങേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പുതുതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഓരോ ദിവസവും വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒരല്പസമയം നമ്മുടെ വാമപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ. നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് കുറച്ച് സമയം കാണിക്കുന്നത് മുഴുവനായിട്ടും ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടുന്ന വാമപ്പുകളാണ്. അപ്പൊ വാമപ്പായിട്ട് നമ്മൾ ഓരോ ദിവസവും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങേണ്ടത് ഇതുപോലെ നമ്മുടെ വലതു കൈ മുൻവശത്തേക്ക് റൊട്ടേഷൻ ചെയ്യലാണ്. ഓക്കെ. ഇതുപോലെ സാവകാശത്തിൽ ഇതുപോലെ മുൻഭാഗത്തേക്ക് ഒരു 20 തവണ ഇതുപോലെ കൈ റൊട്ടേഷൻ ചെയ്യാം. നമ്മൾ മുൻഭാഗത്തേക്ക് എത്രയാണോ ചെയ്തത് അതേ അളവിൽ ബാക്ക് സൈഡിലേക്കും റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ച് തരുമ്പോൾ ഞാൻ പറയുന്ന അത്ര എണ്ണം കാണിക്കുന്നുണ്ടാവില്ല, നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന സമയത്ത് മുൻഭാഗത്തേക്ക് തുടക്കത്തിൽ ഒരു 20 തവണയെങ്കിലും വലത് കൈ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. 20 തവണ പൂർത്തിയാക്കിയതിനു ശേഷം ബാക്ക് സൈഡിലേക്കും അതുപോലെ ഒരു 20 തവണ പൂർത്തിയാക്കുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ ഇടത് കൈ അതുപോലെ മുൻഭാഗത്തേക്ക് സാവകാശത്തിൽ ശ്രദ്ധയോടെ ഇതുപോലെ മുൻഭാഗത്തേക്ക് ഒരു 20 തവണ നമ്മുടെ വലത് കൈ എത്രയാണോ ചെയ്തത് അതേ അളവിൽ മുൻഭാഗത്തേക്ക് റൊട്ടേഷൻ ചെയ്യാം. കഴിഞ്ഞാൽ ബാക്ക് സൈഡിലേക്ക്. ഓക്കെ. അപ്പൊ സാവകാശത്തിൽ ചെയ്താൽ മതി, സമയമെടുത്ത് റെസ്റ്റ് ഒക്കെ എടുത്ത് റിലാക്സ് ആയിട്ട് ചെയ്താൽ മതി. ശേഷം നമ്മൾ രണ്ട് കൈ കൂടെ ഒരുമിച്ച് ഇതുപോലെ ഓക്കെ ഇതുപോലെ മുൻഭാഗത്തേക്ക് റൊട്ടേഷൻ ചെയ്യാം. അതും ഒരു 20 തവണ.
ശേഷം ബാക്ക് സൈഡിലേക്ക് രണ്ട് കൈയും ഒരുമിച്ച് റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൈകൾ റൊട്ടേഷൻ ചെയ്ത് ചെറിയ ഒരു സമയം, ഒരു 30 സെക്കൻഡ് ഇല്ലെങ്കിൽ ഒരു മിനിറ്റോളം റെസ്റ്റ് എടുക്കുക. ചെറിയ രീതിയിൽ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കൈ ഇതുപോലെ ഷോൾഡറിൽ വെച്ച് റൊട്ടേഷൻ ചെയ്യും. ഓക്കെ, 2 3 4 5 ഇതുപോലെ ഒരു 15 തവണ മുൻഭാഗത്തേക്ക് ഒരു 15 തവണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ശേഷം ബാക്ക് സൈഡിലേക്ക്, മുൻഭാഗത്തേക്ക് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിലേക്ക് ഒരു 15 തവണ ഇതുപോലെ നമ്മുടെ കൈ ഷോൾഡറിൽ ഇതുപോലെ വെച്ച് റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, കാണുന്നുണ്ടല്ലോ? അതെ അതെ. അപ്പം ഞാനിവിടെ കണ്ടിന്യൂ ആയിട്ടാണ് വർക്കൗട്ടുകളും അതുപോലെ വാമപ്പുകൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഓരോ വാമപ്പുകളും ചെയ്ത് ചെറിയ ഒരു സെക്കൻഡുകൾ റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയിട്ട് നെക്സ്റ്റ് വാമപ്പിലേക്ക് കടന്നാൽ മതി. ഓക്കെ, ശേഷം നമ്മുടെ കൈ ഓക്കെ ഇതുപോലെ ഓക്കെ, വേഗത്തിൽ ചെയ്യലല്ല ഭംഗി. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും നല്ല എഫക്റ്റ് ഉണ്ടാകുന്നതും സാവകാശത്തിൽ ഇതുപോലെ മാക്സിമം മുകളിലേക്ക് കൈ ഉയർത്തുക, താഴേക്ക് സാവകാശത്തിൽ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു 15 തവണ ചെയ്യാം. നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ, രക്തോട്ടങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വർക്കൗട്ടിലൂടെ ക്ലിയർ ആക്കാൻ കഴിയും. അതുപോലെ മൊത്തത്തിൽ നമ്മുടെ ഈ ഷോൾഡർ, വിൻസി ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാനും കൂടിയൊക്കെയാണ്. ഓക്കെ, ശേഷം നമ്മുടെ ഹിപ്പിൽ ഇതുപോലെ കൈ വെച്ച് ഓക്കെ ഒന്ന് റൊട്ടേഷൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു 10 അല്ലെങ്കിൽ ഒരു 12 തവണ ഇതുപോലെ റൊട്ടേഷൻ ചെയ്യുക വലതു ഭാഗത്തേക്ക്. ശേഷം ഇടതു ഭാഗത്തേക്കും അത് സെയിം ആയിട്ട് തന്നെ ഇടതു ഭാഗത്തേക്കും നമ്മൾ വലതു ഭാഗത്തേക്ക് എത്രയാണോ ചെയ്തത് അതേ അളവിൽ ഇടതു ഭാഗത്തേക്കും റൊട്ടേഷൻ ചെയ്യാം. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിവിടെ എണ്ണ ഇത്ര ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാനിവിടെ അത് ചെയ്ത് കാണിക്കുന്നില്ല, നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ റിലാക്സ് ആയിട്ട് ഈ പറയുന്ന എണ്ണം കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് തുടക്കത്തിലുള്ള എണ്ണമാണ്. ഓരോ ദിവസവും കഴിയും തോറും ആ എണ്ണം കൂടുതലാക്കി കൊണ്ടുവരാനും മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു വർക്കൗട്ട് വാമപ്പാണ്. ഇത് നമ്മുടെ ബാക്ക് പെയിൻ ഉള്ള ആളുകൾ, ഊരവേദന പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, ഡിസ്കിന് എന്തെങ്കിലും തകരാറുള്ള ആളുകളാണെങ്കിൽ അവർ സ്കിപ്പ് ചെയ്യേണ്ടുന്ന ഒരു വർക്കൗട്ടാണ്. അവർ ചെയ്യേണ്ടതില്ല എന്നല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, നമ്മളെ മടങ്ങി നിവർന്നിട്ടുള്ള വർക്കൗട്ടുകൾ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് ഹാനികരാണ്, ശരീരത്തിന് ദോഷമാണ് ഉണ്ടാക്കുക ഗുണത്തിനേക്കാൾ ഊറ്. അപ്പോൾ ആ വർക്കൗട്ടുകളും ചെയ്യേണ്ടതില്ല. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഡയറ്റ് ട്രെയിനേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഒക്കെ ഉള്ള ഒരു വർക്കൗട്ട് വീഡിയോകളുണ്ട്. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഡയറ്റ് ട്രെയിനേഴ്സ് അയച്ചു തരും. ഓക്കെ, അപ്പം ഇതുപോലെ മാക്സിമം
നമ്മുടെ കൈയിന്റെ ഈ വെള്ള ഭാഗം നമ്മുടെ ഫ്ലോറിൽ ഇതുപോലെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ എത്ര മാക്സിമം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ മുട്ട് ഒരിക്കലും വളയാൻ പാടില്ല, മുട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെക്കുക. മാക്സിമം നമുക്ക് എത്ര കുനിയാൻ കഴിയുന്നുവോ അത്രയും കുനിയ, കൈകൾ നിവർത്തി പിടിച്ച് ചെറിയ രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കഴിയുന്ന രീതിയിൽ ആക്ഷൻ കൊടുക്കുക. ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് തലേ ദിവസം ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് നെക്സ്റ്റ് ഡേ ചെയ്യാൻ കഴിയും. മാക്സിമം താഴേക്ക് കുനിയ എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഇതിന്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൈയിന്റെ ഈ ഭാഗം ഫ്ലോറിൽ ഇതുപോലെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 5 6 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇതുപോലെ ഫ്ലോറിൽ വെക്കണം കൈ. ഓക്കെ, ഫ്ലോറിൽ വെക്കുക, ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ. ഓക്കെ ഓക്കെ, വീണ്ടും. അപ്പോൾ കൈ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നല്ല രീതിയിൽ വയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, നല്ല രീതിയിൽ ശരീരം വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കൈ ഇതുപോലെ ഫ്ലോറിൽ വെക്കാൻ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അവര് ഇതുപോലെ എത്രയാണോ കഴിയുന്നത് ആ അളവിൽ കുനിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് കഴിയുന്ന രീതിയിൽ ആക്ഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് തലേ ദിവസം ചെയ്തതിനേക്കാൾ കൂടുതൽ പിറ്റേന്ന് അടുത്ത ദിവസം നമുക്ക് കുനിയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ കൈയിന്റെ ഈ ഭാഗം ഫ്ലോറിൽ ടച്ച് ചെയ്യിക്കാൻ കഴിയും. നമുക്ക് ഇതുപോലെ ടച്ച് ചെയ്യിക്കാൻ കഴിയും. ശേഷം നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ, ബാക്ക് സൈഡിലേക്കും അതുപോലെ നീ വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ വീണ്ടും പറയുകയാണ്, ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ ഈ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യണം. അവർ ഒരു കാരണവശാലും ഈ വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു വർക്കൗട്ട് മാത്രം, നമ്മുടെ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുന്നതൊന്നും അതിന് തടസ്സമല്ല. ഓക്കെ സാർ, മോർണിംഗിൽ നമ്മള് വാമപ്പ് എടുക്കുന്നുണ്ട്, പിന്നെ ഇപ്പൊ ഈവനിങ്ങിലും എടുക്കണോ? വേണ്ടതില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി. മോർണിംഗില് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, അതുപോലെ ഫോളോ ചെയ്യാണ്. കറക്റ്റ്, അത് മതി. ഓക്കെ, ഓക്കെ. നമ്മൾ ഓരോ ദിവസവും വാമപ്പ് വർക്കൗട്ടുകൾ കാണിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കൗട്ട് കാര്യങ്ങൾ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സമയം കിട്ടുന്നത് പോലെ ചെയ്താൽ മതി. ഓക്കെ സാർ, ബാക്ക് ഫാറ്റ് പോവാനുള്ളതാണോ ഒന്ന് കാണിക്കുന്നത്, ഷോൾഡറിന്റെ താഴെയുള്ള ഭാഗങ്ങള്? അതെ, നമ്മളെ ഷോൾഡറിന്റെ മൊത്തം ഏരിയകളിലേക്കുള്ളത് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് കാണിക്കും കേട്ടോ. സൈഡിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് പുറം ഭാഗത്തെ തീർച്ചയായിട്ടും കാണിക്കും കേട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഹിപ്പിനുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ knee, അതായത് നമ്മുടെ മുട്ടുഭാഗത്ത് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് റൊട്ടേഷൻ ചെയ്യണം. ഓക്കെ, സാവകാശത്തിൽ റൊട്ടേഷൻ ചെയ്തെടുക്കുക. വളരെ ഇത് ചെയ്യാം. ഇതൊന്നും ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. ഞാൻ പറഞ്ഞു, മടങ്ങി നിവരുന്ന ആ ഒരു വർക്കൗട്ട് മാത്രമേ ബാക്ക് പെയിനുള്ള ആളുകൾ സ്കിപ്പ് ചെയ്യേണ്ടതുള്ളൂ. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സാവകാശത്തിൽ ചെയ്താൽ മതി. നമ്മൾ ഇവിടെ മുട്ടിൽ കൈ വെച്ച് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് റൊട്ടേഷൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ മുട്ടുവേദനയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എണ്ണം കുറച്ച് ചെയ്യുക തുടക്കത്തിൽ, പിന്നീട് അതിന്റെ കൗണ്ടുകളൊക്കെ കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, 1 2 3 4 5 ഇങ്ങനെ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 തവണ. മുട്ടുവേദനയുള്ള ആളുകളാണെങ്കിൽ അത്ര തവണ ചെയ്യേണ്ടതില്ല, കുറഞ്ഞ എണ്ണം ചെയ്യുക. പിന്നീട് വേദന ഇങ്ങനെ മാറി വരുന്നതിനനുസരിച്ച് അതിന്റെ കൗണ്ട് എണ്ണം കൂട്ടി വരിക. അപ്പൊ നമ്മൾ വലത് ഭാഗത്തേക്ക് എത്രയാണോ ചെയ്തത് അതേ അളവിൽ ഇടത് ഭാഗത്തേക്ക്. ഓക്കെ, ശേഷം ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വലത് കാല് ഫ്രണ്ടിൽ വെച്ച് ഇടത് കാല് ബാക്ക് സൈഡിലും വെച്ച് കൈ ഇതുപോലെ
ഹെഡിന് പുറകിൽ ഇതുപോലെ വെച്ച്. ഓക്കെ, ഇനി എൻ്റെ ഫുട് സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഇതുപോലെ. ഓക്കെ, എൻ്റെ മുട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നില്ല, എന്നാൽ മാക്സിമം ഫ്ലോറിലേക്ക് എത്തിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ 1 2 3 ഇത് മുട്ടുകാരുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ വേദനയുടെ തോതനുസരിച്ച് ആദ്യം കുറഞ്ഞ എണ്ണം ചെയ്യുക, പിന്നീട് വേദനയൊക്കെ മാറി വരുന്നതിനനുസരിച്ച് എണ്ണം കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, നല്ലവണ്ണം വേദനയുള്ള ആളുകളാണെങ്കിൽ 2 or 3 എണ്ണം ചെയ്യുക, പിന്നീട് വേദനകളുടെ ഇതൊക്കെ കുറയുന്നതിനനുസരിച്ച് എണ്ണം കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, 4 5 6 ഇതുപോലെ ഒരു 8 or 10 തവണ ചെയ്ത് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇടത് കാല് ഫ്രണ്ടിൽ വെച്ച് വലത് കാല് ബാക്ക് സൈഡിലും വെച്ച് സെയിം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 നമ്മൾ വലത് കാലിൽ എത്രയാണോ ചെയ്തത് അതേ അളവിൽ ഈ ഡയറക്ഷനിലും അതേ എണ്ണം പൂർത്തീകരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ടാണ് ഇത് ഒരു തവണ മാത്രം ചെയ്ത് നിർത്തുന്നത്. ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതുപോലെ ചെയ്തതുപോലെ വീണ്ടും ഒരു 2 or 3 സെറ്റ് നിങ്ങൾ ചെയ്യണം. അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് കുറഞ്ഞ കൗണ്ടിൽ ഇപ്പോൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നീട് പ്രാക്ടീസ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ കൗണ്ടുകൾ കൂട്ടി ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഇങ്ങനെയുള്ള വാമപ്പുകളും ചെയ്ത് കുറഞ്ഞ സമയം റെസ്റ്റ് എടുക്കണം. ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ആയിട്ടാണ് നെക്സ്റ്റ് വാമപ്പിലേക്കൊക്കെ നമ്മൾ കിടക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ആംഗിളിൽ ഇതേ ഒരു രീതിയിൽ നമ്മുടെ കാല് വൈഡാക്കി വെച്ചതിന് ശേഷം നമ്മുടെ സ്ക്വാട്ടിനുള്ളതാണ് ഹിപ്പിന് താഴേക്കുള്ള ഈ ഒരു ഏരിയകളിലൊക്കെയുള്ള കൊഴുപ്പുകളൊക്കെ നീക്കം ചെയ്യുന്നതിന് വളരെയേറെ സഹായകരമാകുന്നതാണ് സ്ക്വാട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓക്കെ 1 2 3 4 5 6 7 8 9 10 ഇതുപോലെ 10 തവണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മുടെ കാലുകളൊക്കെ ലൂസ് ആക്കി എടുക്കും. നമ്മുടെ ഷൈമ പ്രകാശ് അതുപോലെ സുഹൈല ശിഹാബ് നിങ്ങൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മുട്ടുവേദന ഉള്ളവർക്ക് പറ്റുമോ? സ്ക്വാട്ട് നമ്മുടെ സുഹൈല ശിഹാബ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, മുട്ടുവേദനയുള്ളവർക്ക് സ്ക്വാട്ട് ചെയ്യാം, വളരെ കുറഞ്ഞ എണ്ണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കാണിച്ച വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ എണ്ണം കുറച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് അതിന്റെ മുട്ടുവേദനയൊക്കെ മാറിയതിന് ശേഷം അല്ലെങ്കിൽ കുറവ് വരുമ്പോൾ അതിന്റെ കൗണ്ടുകളൊക്കെ കൂട്ടി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സ്ക്വാട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വീണ്ടും നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ കാലുകളൊക്കെ ലൂസ് ആക്കി റിലാക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഇതുപോലെ തന്നെ വീണ്ടും സാറേ പറഞ്ഞോളൂ. സാറേ ഇതിപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കാണിച്ചാണല്ലോ. ഇത് വാമപ്പാണ് സാർ. നമ്മള് കഴിഞ്ഞ ആഴ്ചയുള്ളവർ മാത്രമല്ല, ഒരുപാട് പേര് പുതിയവരുണ്ട്. അത് ശരി, അത് അറിയാണ്ട് ചോദിച്ചെന്നുള്ളൂ, അതേ ഉള്ളൂ. അതെ, നമ്മള് ഇപ്രാവശ്യം ഈ വാമപ്പിന്റെ ക്ലാസ്സുകൾ എന്നും ഒരുപോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. വാമപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇന്ന് ഷോൾഡറിനുള്ള വർക്കൗട്ടുകൾ കാണിക്കും. ഓക്കെ, ഓക്കെ സാർ. താങ്ക് യു. അപ്പൊ നമ്മൾ പുതുതായി ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൂടെ വേണ്ടിയിട്ടാണ് വാമപ്പിന്റെ ക്ലാസ്സുകൾ എന്നും കാണിക്കുന്നത് എല്ലാ ആഴ്ചയിലും. ഓക്കെ, അപ്പൊ ഇതുപോലെ
10 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കുക. ശേഷം വീണ്ടും ഒരു 10 തവണ. ഓക്കെ, 1 2 3. ഓക്കെ, ഇതുപോലെ വീണ്ടും ഒരു 10 തവണ ചെയ്യാം. കുറഞ്ഞ രീതിയിൽ നമ്മൾ ലൂസാക്കിയതിന് ശേഷം വീണ്ടും ഒരു 10 തവണ സെയിം ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഇതുപോലെ വീണ്ടും ഒരു 10 തവണ ചെയ്യുക. ഓക്കെ സാർ, നിങ്ങൾ ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിരുന്നേനെ. വർഗീസ്. ഇത് വെരിക്കോസിനും കൂടിയിട്ടാണോ? സാർ, വെരിക്കോസിന് ഇതല്ല. വെരിക്കോസിനുള്ള ഇത് വെരിക്കോസിന് വർക്കാകുന്നുണ്ട്. പക്ഷെ വർഗീസ് വെരിക്കോസിനുള്ള വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇങ്ങനെയല്ല. അല്ലെങ്കിലും എനിക്ക് ഇപ്പഴാ കിട്ടിയത്. എന്തോ റേഞ്ച് പ്രശ്നം കിട്ടിയില്ല. കുഴപ്പമില്ല സാർ, നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്കത് കാണാൻ കഴിയും. ഓക്കെ, സാർ ആ വർഗീസ് എന്നുള്ള അക്കൗണ്ടിലുള്ള സാർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തിരുന്നതിൽ കുറച്ച് ഉപകാരപ്പെട്ടേനെ. ഓക്കെ, അപ്പൊ നമ്മൾ 3 തവണയായിട്ട് സ്ക്വാട്ടുകൾ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് ജമ്പിങ് ജാക്സ് പോലെയുള്ള വർക്കൗട്ടുകളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. മുന്നേയുള്ള ആളുകൾക്ക് എന്തെങ്കിലും അലോസരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം സ്കിപ്പ് ചെയ്തിട്ട് വരാവുന്നതാണ് നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പോ നമ്മൾ ഇതുപോലെ ജമ്പിങ് ജാക്സി എന്നുള്ളത് ശരിയായിട്ടുള്ള അതിന്റെ രൂപം എന്നുള്ള പറയുന്നത് നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ അപ്പോൾ ഒരു പക്ഷേ നമ്മൾ കുറച്ചധികം ശരീരഭാരമൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ ആദ്യം തന്നെ ഇതുപോലെ ചെയ്യുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ചില ഘട്ടങ്ങളിലൂടെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു വലതുവശത്തേക്ക് മാത്രം നമ്മുടെ കാല് ഇതുപോലെ വൈഡ് ആക്കിയിട്ട് നിൽക്കും. ഓക്കെ, അതിനോട് കൂടെ തന്നെ നമ്മുടെ കൈകളും ഇതുപോലെ മുകളിലേക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. നമ്മൾ വലതുവശത്തേക്ക് മാത്രം നമ്മുടെ കാല് ചെറിയ രീതിയിൽ വൈഡാക്കി ഇതുപോലെ ഒരു 15 തവണ ചെയ്തതിന് ശേഷം വലതുവശത്തേക്ക് നിന്ന് ഇടത് കാല് സെയിം ആയിട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതുപോലെ ഒരു 15 തവണ ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ കുറച്ച് 1, 2, 3 ദിവസങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് 3 ദിവസമോ അല്ലെങ്കിൽ ഒരു 4 ദിവസമോ ആയതിനു ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒറ്റ സ്റ്റെപ്പ് മാത്രം നമ്മൾ ജമ്പ് ചെയ്ത് കുറച്ച് സമയം റിലാക്സ് എടുത്ത് ഓക്കെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഒരു 15 എണ്ണം ചെയ്ത് 15 തവണ ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു 15 തവണ ചെയ്യാം. ഓക്കെ, വീണ്ടും കുറഞ്ഞ സമയം റെസ്റ്റ് എടുത്ത് ഒരു 15 തവണ ഒക്കെ ചെയ്ത് ഇങ്ങനെ 3 സെറ്റായിട്ട് ഒരു 3-4 ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഈ ജമ്പിങ് ജാക്സ് പോലെയുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ കഴിയും. ഇതുപോലെ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ
ഈ ഒരു രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ഈ വർക്കൗട്ടുകൾ, ഈ വാമപ്പുകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ചതുപോലെ ഈസി ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ജമ്പിങ് ജാക്സ് പോലെയുള്ളതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ കൈ. ഇതുപോലെ നമ്മുടെ ഹിപ്പിന് കറക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ കൈ ഇതുപോലെ വെച്ച് നമ്മുടെ മുട്ട് കൈകളിൽ ടച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഓക്കെ. ഇങ്ങനെ ഒരു 2-3 ദിവസങ്ങൾ ഒരു 15 തവണ വീതം ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് ശീലിക്കുക. ഓക്കെ, ഓക്കെ. സാർ ഇതിങ്ങനെ തട്ടണോ? ഇതിങ്ങനെ മുട്ടിൽ തട്ടി തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇത്ര ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത്ര ചെയ്താൽ മതി. ഓക്കെ, ഹൈറ്റ് കൂടിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. മാക്സിമം ചെയ്യാം. മാക്സിമം ഉയരത്തിലേക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഓക്കെ. അങ്ങനെ കുറച്ച് ഫാസ്റ്റ് ആയി ചെയ്തതിന് ശേഷം ഒരു 2-3 ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നിങ്ങൾക്കത് ജമ്പ് ചെയ്ത് ചെയ്യാൻ കഴിയും ഇതുപോലെ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇത്ര എണ്ണം എന്നല്ല പറയുന്നത്, ഇത്ര സമയം, ഒരു 1 അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു കണ്ടിന്യൂ ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് 1 മിനിറ്റ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിനടുത്ത ദിവസം 1 മിനിറ്റും ഒരു 10-20 സെക്കൻഡ് കൂട്ടി ചെയ്യുക. അതിനടുത്ത ദിവസം 1 മിനിറ്റും ഒരു 30 സെക്കൻഡ് ചെയ്യുക. അതിനടുത്ത ദിവസം 1 മിനിറ്റും ശേഷം ഒരു 45 സെക്കൻഡ്. അങ്ങനെ അതിന്റെ ടൈം കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാമപ്പ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ടുന്നത്. ഈ ക്ലാസ്സുകൾ ഇത്രയും കാണിച്ചത് എല്ലാ ആഴ്ചയിലും നമ്മൾ കാണിക്കുന്നതാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ നമ്മൾ വാമപ്പ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും കഴിയുന്ന രീതിയിൽ ഈ കാണിച്ചു തന്നതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. വെരിക്കോസ് വെയിനിന് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ട് ആയിരുന്നു. നമ്മുടെ കൈ ഇതുപോലെ വെച്ച്, ഓക്കെ, ഇതുപോലെ എത്ര തവണ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ ഇത് ചെയ്യുക. വെരിക്കോസ് വെയിനുള്ള ആളുകൾ മാക്സിമം ടൈം എടുത്ത് കൂടുതൽ തവണ ഈ വർക്കൗട്ട് ചെയ്യാം. ഇത് ആദ്യം ചെയ്യുമ്പോൾ കയ്യിൽ വെയിറ്റുകളൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ശേഷം കുറെ ദിവസം ഇങ്ങനെ, കുറച്ച് ദിവസം ഇതുപോലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നീട് കൈകളിൽ ഇതുപോലെ വെയിറ്റ് കയ്യിൽ വെച്ച്, ഓക്കെ, ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഇത് നമ്മുടെ വെരിക്കോസ് വെയിനിന് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. പിന്നീട് വെരിക്കോസ് വെയിനിന് ഒരുപാട് വർക്കൗട്ടുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ട്രെയിനേഴ്സിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിങ്കുകൾ അവർ അയച്ചു തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കാണിക്കുന്നത് നമ്മളുടെ ഷോൾഡർ ഭാഗത്ത് ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റുകൾ, ചില ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഈ ഭാഗത്തൊക്കെ ഫാറ്റുകൾ അടിഞ്ഞു കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് വേണ്ടുന്നത് ഇതുപോലെയുള്ള ചെറിയ 2 ഡംബിൾസ്. ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ വിലക്ക് ഇത് 2.5ന്റെ ഡംബിൾസ് ആണ്. ഓക്കെ, ഇതുപോലെയുള്ള ചെറിയ 2 ഡംബിൾസുകൾ നമ്മൾ മേടിക്കാം. നമ്മൾ എത്ര kgന്റെയാണ് വാങ്ങേണ്ടത്?
2.5 ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ 2.5 നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു വെയിറ്റ് ആണ്. ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഓക്കെ ഓക്കെ. ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൈ ഇതുപോലെ വെച്ച് ഓക്കെ ഓക്കെ ഇങ്ങനെ ഒരു 15 തവണ, ആദ്യത്തെ തവണ ഒരു 15 എണ്ണം ഇതുപോലെ ചെയ്ത് ചെറിയ രീതിയിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക. ഓക്കെ. ചെറിയ രീതിയിൽ റെസ്റ്റ് എടുത്ത് ശേഷം ഒരു 12 തവണ സെയിം ആയിട്ട് തന്നെ ഇതുപോലെ ഒരു 12 തവണ ചെയ്യാം. ഓക്കെ. 12 തവണ ചെയ്തു കുറച്ച് സമയം റിലാക്സ് ആയി റെസ്റ്റ് എടുത്ത് പിന്നീട് ഒരു 10 അല്ലെങ്കിൽ ഒരു 8 തവണ സെയിം ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ. ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് റൊട്ടേഷൻ ആകുന്നത്, നിങ്ങൾ റൊട്ടേഷൻ ആകേണ്ടതില്ല. ഓക്കെ. ഇങ്ങനെ 3 സെറ്റ് ആയിട്ട് അതിലാദ്യം ചെയ്യുന്ന അതേ എണ്ണം രണ്ടാമത്തേതിൽ ചെയ്യേണ്ടതില്ല, അതിൽ എണ്ണം കുറച്ച് വന്ന് അങ്ങനെ 3 സെറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ. ശേഷം ഇതുപോലെ നമ്മളെ കൈ ഇതേ ലെവലിൽ വെച്ച് 2 3 4 5 6 ഇങ്ങനെ ഒരു 15 തവണ ചെയ്യാം. ഓക്കെ. 15 തവണ ചെയ്താൽ നമ്മൾ ഡംബിൾസ് അവിടെ വെച്ച് ചെറിയ രീതിയിൽ റിലാക്സ് എടുത്ത് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് ശേഷം ഒരു 12 തവണ സെയിം ആയിട്ട് തന്നെ. ഓക്കെ. 1 2 3 4 ഇങ്ങനെ ഒരു 12 തവണ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞ സമയം റിലാക്സ് എടുത്ത് വീണ്ടും ഒരു 8 അല്ലെങ്കിൽ ഒരു 10 തവണ സെയിം ആയിട്ട് തന്നെ. ഓക്കെ. ഓക്കെ. ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഏരിയകളിലൊക്കെ ചെറിയ രീതിയിലുള്ള എങ്ങനെ ഈ ഡംബിൾസ് ഇല്ലാതെ ചെയ്താലും റിസൾട്ട് കിട്ടുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡംബിൾസ് ഇല്ലാതെയും ചെയ്യാവുന്നതാണ്. പക്ഷെ ഡംബിൾസ് വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാകും. ഓക്കെ വെയിറ്റ് ഉള്ള എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ. ഓക്കെ. വെയിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈക്വൽ ആയിട്ടുള്ള വെയിറ്റ് ആണ്. രണ്ട് കയ്യിലും രണ്ട് തരത്തിലുള്ള വെയിറ്റ് ആകരുത്, സെയിം ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കണം കയ്യിൽ. വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്തുകൂടെ? ചെയ്യാവുന്നതാണ്. ഒരേപോലെയുള്ള വെയിറ്റ് നിങ്ങൾക്ക് ഇതുപോലെ കയ്യിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം ഇതുപോലെ 15, ആദ്യത്തെ തവണ 15, പിന്നീട് 12, പിന്നീട് 8 അല്ലെങ്കിൽ 10. ഓക്കെ. കുറച്ച് സമയം റിലാക്സ് ആകുക, നമ്മളെ കൈകളൊക്കെ ഒന്ന് ലൂസ് ആക്കി എടുക്കുക. കൂടുതൽ സമയം ഒരിക്കലും നമ്മൾ റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കരുത്. ശേഷം നമുക്ക് ചെയ്യാനുള്ള മടി വരും. അത് എല്ലാ ജിമ്മിനൊക്കെ പോകുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്, കുറഞ്ഞ സമയം മാത്രം റെസ്റ്റ് കൊടുക്കുക. ഓക്കെ. അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ആക്കി പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സർ, ഹെർണിയ ഉള്ളവർക്ക് ഇങ്ങനെ വെയിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങൾ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിനോടൊന്ന് ഈ കാര്യം ഒന്ന് സംസാരിക്കുക. ഓക്കെ. അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ഓക്കെ. ഓക്കെ. ശേഷം നമ്മൾ ഇതുപോലെയാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മറ്റൊരു വെർഷനാണ് നമ്മുടെ രണ്ട് വശത്തേക്ക് 1 2 3 4 5 6 7 ഇതുപോലെ ഒരു 15 തവണ
നമ്മുടെ ഗംഗാ സുധീർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് റിട്ടേൺ ആയിട്ട് എനിക്ക് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ചോദിക്കുന്നത് ഞാൻ ഒരു 30 to 40 minutes നടക്കുന്ന ആളായിരുന്നു. അപ്പൊ ഓക്കെ ഇപ്പൊ ഇത് തുടങ്ങിയപ്പോ ഞാൻ ഇത് മാത്രമാണ് ചെയ്യുന്നത്, അത് മതിയോ, എന്താ ചെയ്യേണ്ടത്? മാം നടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അല്ല നമ്മൾ ഈ വാമപ്പുകൾ ചെയ്യേണ്ടത്. നടത്തം കണ്ടിന്യൂ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശേഷം സമയം കിട്ടുന്നത് പോലെ നമ്മൾക്ക് വാമപ്പുകളൊക്കെ ചെയ്യാം. ഓക്കെ 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 ശരി ശരി. നടത്തം ഒഴിവാക്കേണ്ടതില്ല, നടത്തം ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു മാം. മൈക്ക് മ്യൂട്ട് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് സമയം എന്തായാലും അനുവദിക്കും ക്വസ്റ്റ്യൻ ആൻസറുകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ആദ്യത്തെ തവണ ഒരു 15 തവണ ഇതുപോലെ ചെയ്യാം. ഓക്കെ ഇതുപോലെ 15 തവണ ചെയ്ത് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, ശേഷം ഒരു 12 തവണ സെയിം ആയിട്ട്. ഓക്കെ 3 4 5 ഇതുപോലെ ഒരു 12 തവണ. മൂന്നാമത്തെ സെറ്റില് നിങ്ങൾക്ക് 8 ആണ് കഴിയുന്നതെങ്കിൽ 8 അല്ലെങ്കിൽ 10. ഓക്കെ ഇതുപോലെ തന്നെ 1 2 3 4 ഇതുപോലെ 8 അല്ലെങ്കിൽ 10 ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ ശേഷം കുറഞ്ഞ സമയം റെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ആദ്യം കാണിച്ചത് ഇതുപോലെ ആയിരുന്നു. അതിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ചേഞ്ച് ഇങ്ങനെ ചെയ്ത് ശേഷം മുൻവശത്തേക്ക് ഇതുപോലെ ഡംബിൾസ് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ എഫക്റ്റ് പെയിനുകൾ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ബാധിക്കുന്നുണ്ട്. കൃത്യമായിട്ടും ഈ ഏരിയകളിലൊക്കെ ഉള്ള ഫാറ്റുകൾ അതിലൂടെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും. ഫാറ്റുകൾ നീക്കം ചെയ്യുക എന്നുള്ളത് ഫാറ്റുകൾ നീങ്ങുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് അവിടെ മസിലുകൾ ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ ഫാറ്റുകൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ മസിലുകൾ ബിൽഡ് ആകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ. ഓക്കെ ഇങ്ങനെ ഒരു 15 തവണ ചെയ്യാം. ഓക്കെ 15 തവണ ചെയ്ത് ചെറിയ രീതിയിൽ റിലാക്സ് ആയി ശേഷം ഒരു 10 ഇല്ലെങ്കിൽ ഒരു 12 തവണ സെയിം വർക്കൗട്ട് തന്നെ. ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. നമ്മുടെ ക്ലാസ്സിന്റെ ലൈവ് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും. ഈ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇതിന്റെ ലൈവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ നോക്കി നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ 10 അല്ലെങ്കിൽ 12 തവണ ചെയ്ത് മൂന്നാമത്തെ സെറ്റിൽ 8 തവണ ചെയ്യാം. ഓക്കെ 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 ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പൊ കാണിച്ചു തന്നതിൽ നമ്മളിപ്പോ ഈ കാണിച്ചിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മളുടെ ഈ ഷോൾഡർ ഏരിയയിലേക്കുള്ളതാണ്. ഓക്കെ നമ്മളുടെ ഷോൾഡർ ഈ ഭാഗത്തിലുള്ള ഫാറ്റുകളൊക്കെ കുറക്കുന്നതിന് നല്ല സഹായകരമാകുന്ന ഒരു വർക്കൗട്ടുകളാണ്. അപ്പൊ കണ്ടിന്യൂ ആയിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഓരോ ദിവസത്തിൽ നമ്മളിനി നെക്സ്റ്റ് ഡേ ആയിട്ട് കാണിക്കുന്നത് ബൈസെപ്സ്, ട്രൈസെപ്സ്, അതുപോലെ നമ്മുടെ കൈയിന്റെ ഈ ഏരിയകളിലുള്ള കൊഴുപ്പുകളൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ വാമപ്പുകളായിട്ടോ എല്ലാം ഈ ഡംബിൾസ് വെച്ചിട്ടുള്ളതൊക്കെ കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ എല്ലാം കൂടെ ഒരു ദിവസം കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അപ്പൊ നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഷോൾഡറിനുള്ള വർക്കൗട്ടുകളാണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ ഒന്ന് നിങ്ങൾക്ക് വയറിനോ അല്ലെങ്കിൽ കാലിനോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? സാർ ഈ എക്സസൈസിന്റെ 3 വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഒരാഴ്ച ആവത്തേ ഉള്ളൂ. ഓക്കെ അപ്പൊ ആ ഒരു ദിവസം വാമപ്പ് ചെയ്ത അടുത്ത ദിവസം വേറെ വീഡിയോയിലുള്ള വേറെ അടുത്തതാണ് ചെയ്യുന്നത്. എന്നും ഓക്കെ
അങ്ങനെയാ ചെയ്യുന്നത്. 3 ദിവസവും ആ 3 ഓക്കെ, വീഡിയോയിലുള്ള പോലെയാണ് ചെയ്യുന്നത്. മതി മതി, അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മൾ വാമപ്പുകളായിട്ട് എന്നും ചെയ്യാം. നമ്മളിപ്പോ ഈ ഡംബിൾസ് വെച്ചിട്ടുള്ളത് കാണിക്കുന്നത് വാമപ്പുകളല്ല. അത് എല്ലാ ദിവസവും ചെയ്യേണ്ടതല്ല. അത് നിങ്ങൾ 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇപ്പം ഓക്കെ, കാണിച്ചത് ചെയ്യാൻ ഡംബൽസ് ഇല്ല. അത് കമ്പൽസറി ആണോ? കമ്പൽസറി അല്ല. നിങ്ങൾക്ക് ഡംബിൾസിന് പകരം വേറെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും കയ്യിൽ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ ആ ഒന്നും വെയിറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്നും വാമപ്പ് തന്നെ മോർണിംഗിൽ രാവിലെ ചെയ്യണം. അതിലുള്ള ഓരോ വീഡിയോ വെച്ചിട്ടാ ചെയ്യുന്നത്. 3 എണ്ണം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഓക്കെ ഓക്കെ, അതിലുള്ളത് പോലെ ചെയ്താൽ മതി. ഓക്കെ, പ്രായപരിധി ഉണ്ടോ? 56-57 വയസ്സുള്ളവർക്കൊക്കെ ഈ വെയിറ്റ് ചെയ്യാ. തുടക്കത്തില് സെയിം ആയിട്ട് സെയിം ഇതിപ്പോ നമ്മൾ ഏറ്റവും കുറഞ്ഞ വെയിറ്റിലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ 56 വയസ്സുള്ള ആളുകൾ നമ്മളിപ്പോ മുന്നേ കാണിച്ച വാമപ്പ് കാര്യങ്ങളിലൊക്കെ അതിന്റെ എണ്ണം നമ്മൾ ഇവിടെ പറഞ്ഞ അതേ അളവിൽ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി എത്രയാണ് അനുവദിക്കുന്നത് ആ ഒരു രീതിയിൽ തുടക്കത്തിൽ ചെയ്യാം. പിന്നീട് നമ്മുടെ സംഗതികള് നമ്മുടെ ഫിറ്റ്നസ് ഒക്കെ ആയി വരുന്നതിനനുസരിച്ച് ചെറുതായിട്ട് നമുക്ക് അതിന്റെ ചെയ്യാറുണ്ട്. കൗണ്ടുകൾ ആദ്യം മതി. അങ്ങനെ ആദ്യത്തെ ചെയ്ത് തുടങ്ങി അങ്ങനെ ചെറിയ രീതിക്ക് ചെയ്ത് തുടങ്ങുക. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് അതിന്റെ കൗണ്ടുകളൊക്കെ കൂട്ടി ചെയ്യാൻ കഴിയും. സാർ ഇപ്പൊ നമുക്ക് 3 വാമപ്പാണ് ട്രെയിനേഴ്സ് അയച്ചു തന്നിട്ടുള്ളത്. അത് നമുക്ക് ഇങ്ങനെ ഓക്കെ, മൺഡേ എല്ലാ ദിവസവും വാമപ്പ് ചെയ്യാം, മൺഡേ ലെഗിന് ചെയ്യാം, ഇപ്പൊ ഷോൾഡറിന് കാണിച്ചു തന്നു, ട്യൂസ്ഡേ ഷോൾഡറിന്, അങ്ങനെ ആയിട്ട് ഓരോ ആഴ്ചക്കുള്ളത് അങ്ങനെ തന്നൂടെ? അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ അങ്ങനെ തന്നൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആഴ്ചയിലാണ് നമ്മുടെ വർക്കൗട്ട് ക്ലാസ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ പുതുതായി ജോയിൻ ചെയ്ത ആളുകളാണ് കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് വാമപ്പ് എന്തായാലും കാണിക്കൽ നിർബന്ധമാണ് നമുക്ക് ഇവിടുന്ന്. അല്ല സാർ, ശേഷം ഞാൻ നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്ക് തന്നാൽ നമുക്കത് ലിങ്ക് ആക്കിയിട്ട് തരികയാണെങ്കിൽ ഇന്ന ദിവസം ഇന്ന ഇത് ചെയ്യാം, അങ്ങനെ തരികയാണെങ്കിൽ. ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ടീമിനോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ഇവിടെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ അയച്ചു തരും. ഓക്കെ ഹലോ, ഓക്കെ അപ്പൊ പറഞ്ഞോളൂ. ഞാനിപ്പോ 20 ദിവസമായി. എനിക്ക് ഇതുവരെ വാമ്പപ്പോ അങ്ങനെ ഒന്നും വിട്ടു തന്നിട്ടില്ല. നിങ്ങളുടെ ട്രെയിനറിന്റെ പേരെന്തായിരുന്നു മാം? ശബനമ. നമ്മളിവിടെ മാഡത്തിനോട് ആ കാര്യം സംസാരിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരും. ഓക്കെ, അതുപോലെ എനിക്ക് ഒരെണ്ണ സാർ അയച്ചു തന്നിട്ടുള്ളൂ, ഷബിനാമ. ഓക്കെ ഞാൻ ഇവിടെ എന്തായാലും നമ്മുടെ മീഡിയ ടീം അത് കേൾക്കുന്നുണ്ട്. എന്തായാലും അവരോട് ഉണർത്തിയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർ അയച്ചു തരും. ഓക്കെ, താങ്ക് യു സാർ. സംശയം കൂടി ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ മാം. അതായത് 3 വീഡിയോ അയച്ചതിന് ഞാൻ നോക്കിയിട്ട് 3ലും ഏകദേശം ഒന്നുപോലെ തന്നെയാ. ചിലതിൽ 1-2 എക്സസൈസ് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് നമ്മളൊക്കെ വാമപ്പുകളാണ് അതിലൊക്കെ കാണിച്ചിട്ടുള്ളത് മാം. 20 മിനിറ്റ് വീഡിയോ ആ 20 മിനിറ്റ് വീഡിയോ ആണ് കുറച്ചുകൂടി യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് ചെയ്തിട്ട് കൂട്ടത്തില് അത് മറ്റു വീഡിയോയിൽ മിസ് ആയതെടുത്ത് ചെയ്തൂടെ? ചെയ്യാം അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി നമ്മുടെ ക്ലാസ് പങ്കെടുത്തതിന്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം ആശംസിക്കുകയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക്സ് സാർ. പകുതിയും കേട്ടില്ല.